ഇപ്പോൾ ഒരു വ്യക്തിക്ക് 20,000 രൂപയെ സാലറി ഉള്ളൂ, അല്ലെങ്കിൽ 30,000 രൂപയെ സാലറി ഉള്ളൂ. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ വരുമാനം, അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാനാണെന്നൊരു ചിന്ത ഉള്ള ഒരാളുണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മറുപടി? ഇപ്പം ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇപ്പം 35 അല്ലെങ്കിൽ 45 വയസ്സായി അല്ലെങ്കിൽ 50 വയസ്സായി, ഇനിയിപ്പോൾ എന്താ ചെയ്യണ്ടേ, അതങ്ങനെ അങ്ങനെ ചിന്തിച്ചിരിക്കാൻ സമയം ഉണ്ടാവുള്ളൂ. ഇനിയുണ്ട് അവർക്ക് ലൈഫ് ടൈം. സേവിങ്സ് ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. വരുമാനം വരുന്നു, അത് ചിലവായി പോകുന്നു, ലോണിനായിട്ടും ചിലവുകൾക്കായിട്ടും. ഇൻവെസ്റ്റ്മെന്റ്സും ഇല്ല, സേവിങ്സും ഇല്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇനി മുതൽ ശ്രദ്ധിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സേവിങ്സ് തീരെ അതെപ്പോഴും ഉള്ളൊരു പരാതിയാണ്. നമ്മൾ അതെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ സേവിങ്സ് ആയിട്ടൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു നിക്ഷേപം ഉണ്ടാവില്ല. സമ്പത്തിന്റെ വഴിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിട്ടുള്ളത് ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡിൻ്റെ ഫിനാൻഷ്യൽ പ്ലാനിംഗ് വിഭാഗം സീനിയർ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ ആയിട്ടുള്ള ശ്രീ ജിബിൻ ജോൺ സാറാണ്. സർ, വെൽക്കം ടു സമ്പത്തിൻ്റെ വഴി. സർ, ഇന്നത്തെ ദിവസം നമുക്ക് സംസാരിക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ പ്രത്യേകിച്ചും പേഴ്സണൽ ഫിനാൻസ്, ഒരു വ്യക്തിയുടെ ധനകാര്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന് പൊതുവെ പറയുക. അപ്പോൾ ആദ്യം നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. ശരിക്കും ഇതറിയാത്തവർക്ക് വേണ്ടി നമുക്ക് അങ്ങനെ തുടങ്ങാം. എന്താണ് ശരിക്കും ഫിനാൻഷ്യൽ പ്ലാനിങ്? ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്ത ശേഷം അവർക്ക് വേണ്ടി ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന രീതിയാണ്. ഇത് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നോർമലി നമ്മളൊരു എന്താ ചെയ്യുക, ഒരു സെയിൽസ്, എന്തെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാനുണ്ട്, ഒരു മ്യൂച്വൽ ഫണ്ട് പർച്ചേസ് ചെയ്യാനുണ്ട്. നോർമലി ഒരു വ്യക്തി എന്താ ചെയ്യുക, നേരെ ചെന്നിട്ട് പർച്ചേസ് ചെയ്യും, ഇത്ര രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെന്ന് പറയും. അപ്പോൾ ഇയാൾക്ക് എന്താണ് വേണ്ടത്, ആ വ്യക്തിക്ക് എന്താ വേണ്ടതെന്നുള്ളത് അവിടെ നോക്കുന്നില്ല. മ്യൂച്വൽ ഫണ്ട് തന്നെയാണോ സൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ്, അല്ലെങ്കിൽ ഇത്രയും തന്നെയാണോ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, എത്ര നാളത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചിലപ്പോൾ മുൻകൂട്ടി പറഞ്ഞിട്ടായിരിക്കില്ല ഇത് പറയുന്നത്. എനിക്കൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ മാത്രമല്ല ഇന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം എന്ന് മാത്രമായിരിക്കും പറയുന്നത്. ഇവിടെ നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൽ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവരുടെ എന്താണ് വേണ്ടത്, ആ വ്യക്തിക്ക് എന്താണ് ആവശ്യമെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനെന്ത് വേണം, അയാളുടെ ഇൻകം വേണം, എക്സ്പെൻസ് വേണം, അസറ്റ്, ലയബിലിറ്റീസ്, ഇങ്ങനെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ പൊസിഷൻസ് എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. അതനുസരിച്ച് അയാൾക്ക് എത്രത്തോളം റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ള ബേസിലായിരിക്കണം ആ ഇൻവെസ്റ്റ്മെൻറ്റ് വേണ്ടത്. ഇതെല്ലാം വരുന്നതാണ് ഈ ഫൈനാൻഷ്യൽ പ്ലാനിലേക്ക്. ഇതിൻ്റെ അകത്ത് റിട്ടയർമെൻറ്റ് വരും, ഫ്യൂച്ചർ ഗോൾസുകൾ, പല ഗോൾസുകളുണ്ടാകും, കുട്ടികളെ വിദ്യാഭ്യാസം, വീട് വയ്ക്കൽ, അങ്ങനെയുള്ള പല ഗോൾസുകളുണ്ടാവും. ഇതെല്ലാം ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ പാർട്ടായിട്ട് വരും. ഓക്കെ, അത് ക്ലിയർ ആണ്. ഒരു വ്യക്തി ഏത് പ്രായം മുതലാണ് ശരിക്കും ഈ ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ളത്? ഫിനാൻഷ്യൽ പ്ലാനിങ് ആക്ച്വലി എല്ലാവരും ചെയ്യുന്നുണ്ട്, അത് അവർ മനസ്സിലാക്കി ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടല്ല ചെയ്യുന്നത്. അല്ല, നമ്മളിപ്പോൾ ഒരു കാറ് വാങ്ങണം, രണ്ട് വർഷം കഴിയുമ്പോൾ കാറ് വാങ്ങണം, അപ്പോൾ നമ്മളൊരു മനസ്സിലുണ്ടാവും കാറ് വാങ്ങണം എന്നുള്ള, അതിനുള്ള എന്തെങ്കിലുമൊക്കെ തുക നമ്മൾ സ്വരൂപിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ത് ചെയ്യും, മിച്ചം തികയാത്ത തുക ലോൺ എടുക്കണം എന്നൊക്കെ നമ്മൾ ആലോചിച്ച് വെക്കുന്നുണ്ട്, എത്ര രൂപ ലോൺ എടുക്കണം ഇങ്ങനെയൊക്കെ. ഇത് നമ്മൾ ആ ഒരു ഗോളിനെ മാത്രമേ നമ്മൾ ഇതിനകത്ത് അനലൈസ് ചെയ്ത് വെക്കുന്നുള്ളൂ. ഇതിന് പല ഗോളുകൾ, കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഒരു വ്യക്തി എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അയാളുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അയാൾ ഫൈനാൻഷ്യൽ പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഇൻകം കുറവായിരിക്കും, പക്ഷേ നമ്മളൊരു സ്ട്രക്ചറായിട്ട് അല്ല ഒരു അച്ചടക്കത്തോടെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഫൈനാൻഷ്യൽ പ്ലാനിങ് ഹെൽപ്പ് ചെയ്യും ആ വ്യക്തിക്ക്. ഓക്കെ, ഇതിപ്പോൾ സാലറിയുടെ മേലെ ഇതിന് എന്തെങ്കിലും ഡിപ്പെൻഡൻസി ഉണ്ടോ? അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് 20,000 രൂപയെ സാലറി ഉള്ളൂ, അല്ലെങ്കിൽ 30,000 രൂപയെ സാലറി ഉള്ളൂ. അപ്പോൾ ഈ വ്യക്തിയെ സംബന്ധിച്ച് എനിക്ക് ഇത്രയല്ലേ ഉള്ളൂ വരുമാനം, അപ്പോൾ ഇതിൽ ഞാൻ എന്ത് ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യാനാണെന്നൊരു ചിന്ത ഉള്ള ഒരാളുണ്ടെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന് കൊടുക്കാൻ പറ്റുന്ന ഒരു മറുപടി? 20,000 അല്ലെങ്കിൽ 30,000 എത്രയാണേലും അവരുടെ രീതിയിൽ ജീവിക്കുന്നുണ്ടല്ലേ. അപ്പോൾ അവർക്ക് എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അപ്പം 20,000 ആണെങ്കിലും 30,000 ആണെങ്കിലും 50,000, 1,00,000 രൂപയാണെങ്കിലും അവരുടെ സ്പെൻഡിങ്ങും അതനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ 20,000 കിട്ടുന്നയാളും അത് വെച്ചിട്ട് അയാൾ ജീവിക്കുന്നുണ്ടാവും, 1,00,000 കിട്ടുന്നയാളും അത് വെച്ചിട്ട് ജീവിക്കുന്ന പെർസെൻറ്റേജ് ഓഫ് അവർ സേവ് ചെയ്യുന്നത് ഏകദേശം ചിലപ്പം സെയിം ആയിരിക്കും.
ഒരു പെർസെൻറ്റ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇത് എല്ലാവർക്കും ഫൈനാൻഷ്യൽ പ്ലാനിങ് ആവശ്യമാണ്. കുറഞ്ഞ ഇൻകം ഉള്ളവർക്ക് കൂടുതൽ ഫൈനാൻഷ്യൽ പ്ലാനിങ് വേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇൻകം കുറവാണ്. അപ്പം പക്ഷേ മറ്റ് ഫിക്സഡ് ആയിട്ടുള്ള ചില എക്സ്പെൻസുകളുണ്ടാവും. അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. അതിനത്ര തന്നെ സ്പെൻഡിങ് വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. അപ്പോൾ മറ്റ് ഹൈ ഇൻകം ഉള്ളവരും ഇതേ രീതിയിൽ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ അവർക്കും മുന്നോട്ട് പോകുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വരും. അപ്പോൾ ഇതെല്ലാവർക്കും അത്യാവശ്യമാണ്. അപ്പോൾ ചെറിയ ഇൻകം ഉള്ളവർ കൂടുതലായിട്ട് അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന എത്രയാണോ ഇൻകം അത് മനസ്സിലാക്കിയെടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ്ലി ഉള്ളത്. അതനുസരിച്ച് പ്ലാൻ ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റും ചെയ്യുക. ഓക്കെ. പൊതുവെ പറയില്ലേ സ്റ്റാർട്ട് ഏർലി, ഇൻവെസ്റ്റ്മെൻറ്റിലോട്ട് വരുമ്പോൾ എത്ര നേരത്തെ തുടങ്ങുന്നു അത്രയും നേരത്തെ നല്ലതാണ് എന്ന രീതിയിൽ പൊതുവെ പറയും. ഇൻ കേസ് ഇപ്പോൾ അതെങ്ങനെയായിരിക്കും? ഇപ്പോൾ ഒരു 25 വയസ്സ്, 35 വയസ്സ്, 45 വയസ്സ് ഇങ്ങനെ നമുക്ക് കണക്കാക്കുവാണെങ്കിൽ അതിപ്പോൾ ഒരു പ്രായം കുറച്ചായി ഇനി എന്ത് എന്ന് ആലോചിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുക? സ്റ്റാർട്ട് എയർലി എന്ന് പറയുന്നതിന് പ്രധാന കാരണം എന്താ വെച്ചാൽ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അവർക്ക് കുറച്ചുകൂടി ചെറിയ തുകയിൽ തന്നെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ അക്യുമുലേഷൻ കിട്ടും അവർക്ക്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പോലെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 25 വയസ്സുള്ള ആളും 35 വയസ്സുള്ള ആൾ നമ്മളെടുക്കാം. ഒരു 25 വയസ്സുള്ള ഒരാൾ 1 കോടി രൂപ സമാഹരിക്കണം എന്നാണ് അയാൾ റിട്ടയർമെൻറ്റ്. ഒരു 60 വയസ്സാകുമ്പോൾ റിട്ടയർ ആകണം. 1 കോടി രൂപ ആ സമയത്തേക്ക് അയാൾക്കൊരു 2000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും ഒരു 12% റിട്ടേൺ കിട്ടുവാണെങ്കിൽ. ഓക്കെ. അതേസമയം അത് 35ലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അയാളുടെ വരുമ്പോഴത്തേക്ക് ഒരു 6000 രൂപയൊക്കെ വേണ്ടി വരും. ഞാൻ റൗണ്ട് ചെയ്ത ഒരു ഫിഗറാണ് പറഞ്ഞത്. എന്നാൽ അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അതേസമയം ഈ 6000 രൂപ എന്ന് പറയുന്ന തുക അയാൾ 25ാമത്തെ വയസ്സ് തൊട്ടേ സ്റ്റാർട്ട് ചെയ്തിരുന്നെങ്കിൽ അതൊരു 3 കോടി രൂപയായിരുന്നു. 1 കോടി രൂപയ്ക്ക് പകരം 3 കോടി രൂപ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു അവിടെ. ഓക്കെ. നേരെ 12% റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുവാണെങ്കിൽ അത്രയാണ് ഇൻവെസ്റ്റ്മെന്റ് കിട്ടിയെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ചത് ഇക്വിറ്റി ഓറിയന്റഡ് ആയിട്ട് മിനിമം അത്ര കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലാണ് ഉദ്ദേശിച്ചത്. അതേസമയം ഈ വ്യക്തി ഏതാണ് ഈ 6000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ 3 കോടി രൂപ കിട്ടാനുള്ള പോസിബിലിറ്റിയും അവിടെ ഉണ്ട്. നേരെ തിരിച്ചും, അതായത് ഇയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നേ ഇല്ല, കുറച്ച് നാളെ ഇൻവെസ്റ്റ് ചെയ്തുള്ളൂ എങ്കിൽ അതനുസരിച്ചുള്ള ഗ്രോത്ത് ഇയാൾക്ക് കിട്ടത്തുള്ളൂ. ഇത് വേറെ കണക്കുകളൊന്നുമില്ല, ഇതിനകത്ത് മാജിക്കോ കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നേരത്തെ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതനുസരിച്ചുള്ള ഒരു കോമ്പൗണ്ടിങ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ കിട്ടും. ഓക്കെ. അപ്പം ഇത് ഇങ്ങനെ കോമ്പൗണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് ഇൻക്രീസ് ആയി വരുന്നതാണ്. അല്ലാതെ ഇതിനകത്ത് വേറെ മാജിക് കാര്യങ്ങൾ ചെയ്തിട്ട് വരുന്നതല്ല. ഇതിനകത്ത് കുറച്ച് കോമ്പൗണ്ടിങ് കാര്യങ്ങൾ വരുന്നത്. ശരിക്കും ഈ കോമ്പൗണ്ടിങ് നമ്മൾ കൂട്ടുപലിശ എന്ന് പറയുന്ന സെയിം കോൺസെപ്റ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതായത് ഇപ്പോൾ ഇവർക്ക് ഇപ്പം നമ്മൾ ഇന്നൊരു 100 രൂപ ഇട്ടു. ഓക്കെ. അടുത്ത വർഷം 10% ഗ്രോത്ത് കിട്ടി, 110 രൂപയായി അല്ലേ? അപ്പോൾ 110 രൂപയാണ് പിന്നെ ഗ്രോ ചെയ്യുന്നത്. ക്യാപിറ്റലിന്റെ കൂടെ പെർസെന്റേജ് റിട്ടേൺ കൂടി ആഡ് ചെയ്യണം. പെർസെന്റേജ് റിട്ടേൺ ആഡ് ചെയ്തിട്ട് അതും കൂടെയാണ് ഇൻവെസ്റ്റ്മെന്റ് വീണ്ടും ഇതായി പോകുന്നത്. അപ്പോൾ ആ രീതിയിലാണ് ഇൻവെസ്റ്റ്മെന്റ്സ് ഗ്രോ ചെയ്യുന്നത്. അതാണ് കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് ഒരു കാരണം വെച്ചാൽ ഒരു മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാർക്കറ്റിന്റെ പെർഫോമൻസ് അനുസരിച്ചാണ് ഇൻവെസ്റ്റ്മെന്റ്സ് മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ. അപ്പോൾ ആ ഇൻവെസ്റ്റ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഈ കോമ്പൗണ്ടിങ് ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നതാണ് അത്. ഓക്കെ. അപ്പോൾ ഒരുപാട് നേരത്തെ തുടങ്ങിയാൽ നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിനെ എഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ് നല്ല രീതിയിൽ ഗ്രോത്ത് കുറഞ്ഞ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ പല ഗോൾസും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ റിട്ടയർമെന്റ് പോലുള്ള ഗോൾസിലാണ് വലിയൊരു തുക വേണ്ടി വരും. ചിലപ്പോൾ 2 കോടി 3 രൂപയൊക്കെ ഒരു റിട്ടയർ ആകുമ്പം സ്വരൂപിച്ചെങ്കിൽ മാത്രമായിരിക്കും ഇവരുടെ പോസ്റ്റ് റിട്ടയർമെന്റ് പീരിയഡ് അല്ലെ, വിരമിച്ച ശേഷമുള്ള പീരിയഡിലുള്ള തുക നമുക്ക് ലിവിങ് എക്സ്പെൻസോ കാര്യങ്ങളോ ഒക്കെ കറക്റ്റായിട്ട് പോകത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തുക സമാഹരിക്കണമെങ്കിൽ ഒരു ചിലപ്പം 25 ഏജിലാണെങ്കിലും 30 ഏജിലാണെങ്കിലും അതനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. ഇനിയിപ്പോൾ 45 അതായിരുന്നു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. ഇപ്പോൾ 45 നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇനി എന്താ ചെയ്യാൻ പറ്റുക? 45 ഇപ്പോൾ ഇതെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും ഇപ്പം 35 അല്ലെ 45 വയസ്സായി അല്ലെ 50 വയസ്സായി, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? അതങ്ങനെ അങ്ങനെ ചിന്തിച്ചിരിക്കാൻ സമയം ഉണ്ടാവുള്ളൂ. ഇനിയുണ്ട് അവർക്ക് ലൈഫ് ടൈം. അപ്പം എന്താ ചെയ്യേണ്ടത്? വർക്കിംഗ് പീരീഡിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് വ്യത്യാസം എന്താ വെച്ചാൽ 25 ഇൻകം അല്ല 35 ഇൻകം അല്ല 45. ഒരു കരിയറിൻ്റെ ഒരു പീക്ക് സ്റ്റേജിലേക്ക് എത്തി. നമുക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടായിരിക്കും ആ സമയത്ത്. അപ്പോൾ അതനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അതനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ എന്താ ഫോക്കസ് 45 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ റിട്ടയർമെൻറ്റ് മറ്റ് ഗോളുകൾ ഈ പീരീഡിലേക്ക് കയറി വന്നു തുടങ്ങും. കുട്ടികളുടെ വിദ്യാഭ്യാസം, കാർ അങ്ങനെയുള്ള കാര്യങ്ങൾ,
ഇതിനെല്ലാത്തിനും ഫണ്ട് നമ്മൾ സമാഹരിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതിനു വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. പരമാവധി വായ്പകൾ ഒഴിവാക്കിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് തുക സമാഹരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുക. ഓക്കെ. ഇപ്പോൾ വായ്പകൾ ഒഴിവാക്കാന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് അതിൻ്റെ കൂടെ. പൊതുവെ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലോണുകളുണ്ടാകും. വീടിനായാലും കാറിനായാലും ബേസിക്കായിട്ടും എല്ലാവരും വീട് ലോണ്, അതെ, വീടിനൊരു ലോൺ ഉള്ളവരുണ്ടായിരിക്കും, കാർ ഉണ്ടായിരിക്കും, ഇതുപോലെ ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ പേഴ്സണൽ ലോണൊക്കെ ആയിട്ടുണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തി ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലോട്ട് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയായിരിക്കും? ഇത് നമുക്ക് ചിലപ്പോൾ എന്താ വെച്ചാൽ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണ്ടിടത്ത് ചിലപ്പോൾ നമുക്ക് ലോൺ ഒഴിവാക്കാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ അതിനൊന്ന് സ്ട്രക്ചർ ചെയ്യാൻ പറ്റും. മീൻസ് അതിനൊരു പ്ലാൻ ചെയ്യാൻ പറ്റും. ഓക്കെ. അതായത് ഇപ്പോൾ നമുക്കൊരു ലോൺ എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വീട് വെക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ഒരു 60 ലക്ഷം രൂപ വേണ്ടി വരും. ഓക്കെ, നമുക്ക് ഫസ്റ്റിൽ നമുക്ക് എത്ര എടുത്തോളം ഡൗൺ പേയ്മെൻറ്റിനുള്ള തുക കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ഫസ്റ്റിൽ നമ്മൾ നോക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഒരു 30-35 ലക്ഷം രൂപ ചെയ്യാൻ പറ്റുമെങ്കിൽ അതനുസരിച്ച് കുറച്ച് ലോൺ എടുത്താൽ മതി. ഒരു 25 ലക്ഷം രൂപ ലോൺ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് ഒന്ന് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ആ 25 ലക്ഷത്തിൻ്റെയാണ് പിന്നീട് EMI അടയ്ക്കേണ്ടി വരിക. ആ EMIക്ക് ഉള്ള ഒരു ഇൻട്രസ്റ്റ് നോക്കിയിട്ട് നമുക്ക് ആ EMI നമുക്ക് അഫോർഡബിൾ ആവണമെന്നുള്ളതാണ് അടുത്ത കാര്യം. അഫോർഡബിലിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻകത്തിൻ്റെ എത്ര ശതമാനത്തോളം ആ EMIയിലേക്ക് അടച്ചു പോകുന്നുണ്ട്. ഓക്കെ, ആ ഇൻകം അങ്ങനെ അടയ്ക്കുന്നതുകൊണ്ട് മറ്റ് ഗോളുകളെ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ ഇയാൾക്ക് അടയ്ക്കാൻ പറ്റുന്നുണ്ടാകാം, ഈ വ്യക്തിക്ക് EMI അടയ്ക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാകാം. പക്ഷെ മറ്റ് ഗോളുകൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ഇപ്പോൾ കാർ വാങ്ങണം, അല്ലെങ്കിൽ കുട്ടികളുടെ എഡ്യൂക്കേഷൻ വരുന്നുണ്ട്, അത് കഴിഞ്ഞിട്ട് അതിന് വേണ്ടിയിട്ടുള്ള തുക ചിലപ്പോൾ കണ്ടെത്താൻ പറ്റുന്നുണ്ടാവില്ല. അതുകൊണ്ട് അപ്പോൾ എന്ത് ചെയ്യും, വീണ്ടും അഗെയിൻ വായ്പ അല്ലെങ്കിൽ ലോൺ, വിദ്യാഭ്യാസ വായ്പ അങ്ങനെയുള്ള ലോണുകളിലേക്ക് വീണ്ടും പോകും. അപ്പോൾ അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫൈനാൻഷ്യൽ പ്ലാനിങ് അല്ലെങ്കിൽ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്നത് അവിടെയാണ് ഇമ്പോർട്ടൻസ്. നമുക്ക് എത്രത്തോളം കപ്പാസിറ്റി ഉണ്ട് ഓരോ ഘട്ടത്തിൽ നമുക്ക് ചെയ്യാനുള്ളത്. അതേസമയം ആളുടെ ബജറ്റ് 60 ലക്ഷത്തിൽ നിന്ന് ചിലപ്പോൾ 50 ലക്ഷത്തിലേക്കോ 45 ലക്ഷത്തിലേക്കോ ചുരുക്കിയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള മറ്റു ഗോളുകളെ അഫക്റ്റ് ചെയ്യാതെ തന്നെ ഇയാൾക്ക് ചെയ്യാൻ പറ്റിയേക്കാം. ഓക്കെ, ഇത് ഇൻവെസ്റ്റ്മെൻറ്റ്സും കൂടെ വരുമ്പം എന്താ വെച്ചാൽ ലോൺ അടയ്ക്കുമ്പം നമ്മളൊരു ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പം നമുക്ക് അതനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് കിട്ടുന്നുമുണ്ട്. ഓക്കെ, അതിന് രണ്ടിനും കൂടെയുള്ള പോസിബിലിറ്റി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതനുസരിച്ചുള്ള ഗ്രോത്തും അയാളുടെ നെറ്റ്വർത്തിലുണ്ടാവും. ഓക്കെ. മറ്റൊരു ചോദ്യം, ഇപ്പോൾ ഒരു വ്യക്തിക്ക് സേവിങ്സ് ഒന്നും ഇല്ല, അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. വരുമാനം വരുന്നു, അത് ചിലവായി പോകുന്നു, ലോണിനായിട്ടും ചിലവുകൾക്കായിട്ടും. ഇൻവെസ്റ്റ്മെൻറ്റ്സും ഇല്ല, സേവിങ്സും ഇല്ല. അങ്ങനെ ഒരു വ്യക്തിക്ക് ഇനി എന്താ ചെയ്യാൻ പറ്റുക? ഇനി മുതൽ ശ്രദ്ധിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? സേവിങ്സ് തീരെ അതെപ്പോഴും ഉള്ളൊരു പരാതിയാണ് നമ്മൾ ചെയ്ത്. അതെ, നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ സേവിങ്സ് ആയിട്ടൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കാനായിട്ട് ഒരു നിക്ഷേപം ഉണ്ടാവില്ല എന്നുള്ളത്. അത് പലപ്പോഴും നമുക്ക് എന്താ എല്ലാവർക്കും നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നായിരിക്കാം. എന്താ സംഭവിക്കുക, നമുക്കൊരു കാര്യം വന്നു, അതെടുത്ത് യൂസ് ചെയ്തു, അപ്പോൾ അത് കഴിഞ്ഞു, അടുത്തത് വന്നു, അടുത്തത് യൂസ് ചെയ്തു, അങ്ങനെ യൂസ് ചെയ്ത് അങ്ങ് പോവുകയാണ് നമ്മുടെ കയ്യിലുള്ള നിക്ഷേപങ്ങൾ. അത് ഗ്രോ ചെയ്യാനോ, ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കോമ്പൗണ്ടിങ്ങിനുള്ള ടൈം പീരീഡ് കൊടുക്കുന്നില്ല അവിടെ. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, ഒരു 5 മാസം അല്ലെങ്കിൽ ഒരു 3 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു ആവശ്യം വന്നു, അതെടുത്ത് ഫുള്ള് വിഡ്രോ ചെയ്തു, യൂസ് ചെയ്തു. ഓക്കെ, ദെൻ അഗെയിൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ആ കോമ്പൗണ്ടിങ് ഇല്ല, നമ്മൾ അവിടെ വെച്ചിട്ട് അത് കട്ട് ചെയ്ത് മാറ്റി അത് മൊത്തം യൂസ് ചെയ്ത് തീർത്തു. പിന്നെ 0യിൽ നിന്ന് നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് ഒരു ഇതെത്തുമ്പോഴത്തേക്കും വീണ്ടും നമ്മളത് അവിടെയാണ് നമ്മൾ ഓരോന്നിനും എത്ര വേണ്ടി വരും, എത്ര നമ്മൾ വിഡ്രോ ചെയ്യണം, എങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള പ്ലാൻ ചെയ്ത് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുക. ഓക്കെ, അപ്പോൾ തീരെ ഇപ്പം ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. ദെൻ പ്രധാനമായിട്ടും വേണ്ടത് എമർജൻസി ഫണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താ വെച്ചാൽ എമർജൻസി ഫണ്ട് ഇല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്താ വെച്ചാൽ നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴത്തേക്കും നമ്മൾ കയ്യിലുള്ള സേവിങ്സ് എടുത്ത് യൂസ് ചെയ്യാൻ തുടങ്ങും. അത് ഡേഞ്ചറാണ്. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് പിന്നീട് ഒരു നിക്ഷേപമായിട്ട്, അതുകൊണ്ടാണ് പലപ്പോഴും ഈ പറഞ്ഞ നിക്ഷേപം ഇല്ല എന്ന് പറയാൻ കാരണം. എമർജൻസി ഫണ്ടായിട്ടാണ് അതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ നിക്ഷേപിച്ചതെല്ലാം എമർജൻസി ഫണ്ടായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു തുക നമ്മൾ മാറ്റി വെച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ആവശ്യം വരും, അത് എടുത്ത് യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് അടുത്ത ആവശ്യം തൊട്ട് ഇമ്മീഡിയറ്റ്ലി വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ലോണിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ വീണ്ടും അതിൻ്റെ EMI അടയ്ക്കേണ്ടതായിട്ട് വരും. then നിക്ഷേപിക്കാനുള്ള തുക നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഫസ്റ്റിൽ എമർജൻസി ഫണ്ട് ഒരു സർട്ടൻ തുക ക്രിയേറ്റ് ചെയ്യാം. ഒരു എമർജൻസി അൺഎക്സ്പെക്റ്റഡ് വന്നാൽ അതിനെ ടാക്കിൾ ചെയ്യാനുള്ള ഇപ്പം നമ്മൾ കൊറോണ പീരീഡിലൊക്കെ നമ്മൾ കണ്ടില്ല, നമുക്ക് ജോബ് ഇല്ലാതെ വന്ന സിറ്റുവേഷൻസ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മളെ ഇങ്ങനത്തെ അഫക്റ്റ് ചെയ്ത സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ലിവിങ് എക്സ്പെൻസ് പോലും മീറ്റ് ചെയ്യാനുള്ള തുക പലരുടെയും കയ്യിലുണ്ടായിരുന്നില്ല.
അതിനുള്ള തുക, അതായത് ഒരു 3 to 6 മന്ത്സിലേക്കുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള തുകയെങ്കിലും നമ്മുടെ അടുത്ത്, ലിവിങ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള തുകയെങ്കിലും നമ്മുടെ അടുത്ത് ഉണ്ടാകണം. ലിവിങ് എക്സ്പെൻസ് പ്ലസ് ബാധ്യതകൾ, ലയബിലിറ്റീസ് അല്ലെങ്കിൽ ലോണിൻ്റെ റീപേയ്മെൻറ്റ്സ്, ഇതൊക്കെ തീർക്കാനുള്ള ഒരു തുക നമ്മുടെ അടുത്ത് ഉണ്ടാകണം ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, ദെൻ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്കും കൂടെ പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഒരു സേവിങ്സും ഇല്ലാത്ത ഒരാളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ആദ്യം ചെയ്യേണ്ടത്, അത്യാവശ്യം ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ ആ ഒരു സിറ്റുവേഷനെ അതിജീവിക്കാനുള്ള ഒരു ഫണ്ട് ആദ്യം നമ്മുടെ വരുമാനത്തിൽ നിന്നും നീക്കി വെച്ച് സ്വരൂപിച്ച് ആദ്യം വെക്കണം. അതെ അല്ലേ? പിന്നീടായിരിക്കണം നമ്മൾ ഈ പറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം. അതെ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് തന്നെ യൂസ് ചെയ്തിട്ട് ഈ എമർജൻസി മീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഞാൻ പറയുന്നത് കേട്ടതാണ്, ലൈക്ക് ഈ ഫിനാൻഷ്യൽ പ്ലാനിങ് എന്നൊക്കെ പറയുന്നത് കുറച്ച് റിച്ചായ ആളുകൾക്ക് മാത്രമേ നടക്കൂ, ഈ മിഡിൽ ക്ലാസ് ആയ ആളുകൾക്കൊന്നും പോസിബിൾ അല്ല എന്ന രീതിയിൽ. അത് ശരിയാണോ? അത് ഇപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ ഒരു ആൻസർ പോലെയാണ്. മീൻസ് നമ്മളെ ഇൻകത്തിനനുസരിച്ചാണ് നമ്മൾ ചെലവഴിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് സേവിങ്സും ഉണ്ടാവും അവർക്ക്. ഓക്കെ, മൊത്തം ചെലവഴിക്കണമെന്ന് വെച്ചാൽ മുഴുവനായിട്ട് അവർക്ക് യൂസ് ചെയ്യാം. അവർ സമാഹരിച്ച തുക അല്ലെങ്കിൽ അവരുടെ വരുമാനത്തിൽ നിന്ന് മുഴുവൻ തുകയും അവർക്ക് സ്പെൻഡ് ചെയ്യണമെങ്കിൽ സ്പെൻഡ് ചെയ്യാം. പക്ഷെ ഇവിടെ അതല്ല, നമ്മൾ എത്രത്തോളം സ്പെൻഡ് ചെയ്യണം അതിനൊരു ബജറ്റ് ഉണ്ടാകണം. ഓക്കെ, ദെൻ എത്ര സേവ് ചെയ്യണം അതിനൊരു ബജറ്റ് ഉണ്ടാകണം. ഓക്കെ, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടി എത്ര മാറ്റി വെക്കണം, അങ്ങനെയുള്ള കാര്യത്തിനൊരു ബജറ്റ് ഉണ്ടാകണം. ഇതെല്ലാം കൂടെ ചേരുന്നതാണ് നമ്മുടെ സേവിങ്സ് അല്ലെങ്കിൽ ഇതിലേക്ക് മാറ്റാൻ പറ്റുന്ന തുക, അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലേക്കൊക്കെ മാറ്റുന്ന തുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാവർക്കും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ എന്താ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വലിയ ഇൻകം ഉള്ളവർ അതനുസരിച്ച് തുക മാറ്റും, ചെറിയ ഇൻകം ഉള്ളവർ അതനുസരിച്ച് തുക സേവ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് എല്ലാവരുടെയും ജീവിത ലക്ഷ്യങ്ങളൊക്കെ ഏകദേശം സെയിം ആയിരിക്കും, അതിൻ്റെ തുകയിലായിരിക്കും വ്യത്യാസം വരിക. അപ്പം വിദ്യാഭ്യാസം, കുട്ടികളുടെ വിദ്യാഭ്യാസം, ദെൻ വീട് വയ്ക്കലോ കാറ് വാങ്ങലോ, ഇതെല്ലാവർക്കും ഈ ലക്ഷ്യങ്ങളും കാര്യങ്ങളും അല്ല ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. ഇതെല്ലാവർക്കും അച്ചീവ് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ രീതിയിലുള്ള പ്ലാനിങ്. ഇതിൻ്റെ ബഡ്ജറ്റിംഗ് വളരെ പ്രധാനമല്ലേ, ഐ മീൻ നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ? അതെ, ബഡ്ജറ്റിങ് ഇതിൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, നമ്മളെ ഇൻകം എക്സ്പെൻസും അത് അനലൈസ് ചെയ്തിട്ട് നമുക്ക് ചിലപ്പം വലിയ എക്സ്പെൻസ് സ്പെൻഡായി പോകുന്നുണ്ട്, വലിയൊരു തുക സ്പെൻഡ് ആകുന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ചെറിയ ചേഞ്ചസ് ഒക്കെ നമ്മുടെ മൊത്തത്തിലുള്ള ലൈഫ് സ്റ്റൈലിൽ വരുത്തേണ്ടതായിട്ട് വരും. അതല്ല, നമ്മുടെ എക്സ്പെൻസുകളൊക്കെ മിനിമം ഒക്കെയാണ്, പക്ഷേ കൂടുതൽ തുക ലോണിലേക്ക് വായ്പയായിട്ട് അടച്ചു പോകുന്നു, തിരിച്ചടവായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് കുറയ്ക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇതെല്ലാം ബജറ്റിൻ്റെ പാർട്ടായിട്ട്, ഓരോ ഘട്ടമായിട്ട് പ്ലാനിങ്ങിൻ്റെ പാർട്ടായിട്ട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓരോന്നിനും എത്ര സ്പെൻഡ് ചെയ്യുന്നു എന്നതിന് മനസ്സിലാക്കിയിട്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെ എന്തൊക്കെയാണ് വിനിയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് വേണം ഈ പ്ലാനിങ്ങിൻ്റെ എത്ര ഇൻവെസ്റ്റ് ചെയ്യാനുള്ള തുക കണ്ടെത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ബഡ്ജറ്റിങ്ങും ഒരു പാർട്ടാണ് ഇതിൻ്റെ. ഓക്കെ, ഈ സാർ ഒരുപാട് ക്ലയൻസിനായിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, അപ്പോൾ ഒരുപാട് സാറിന് തോന്നിയിട്ടുള്ള കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്, ലൈക്ക് അവരുടെ ഫിനാൻഷ്യൽ ഫ്യൂച്ചറിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന കാരണങ്ങൾ ബഹുഭൂരിപക്ഷം ആളുകൾ എന്തായിട്ടാണ് സാറിന് തോന്നിയിട്ടുള്ളത്? അത് മിക്കവാറും തന്നെ നമ്മൾ നിക്ഷേപം ഇല്ലാതിരിക്കുക എന്നുള്ളതായിരിക്കും. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും നിക്ഷേപിക്കും, അത് സ്പെൻഡ് ചെയ്ത് പോകും, കുറച്ച് അത് സ്പെൻഡ് ചെയ്ത് പോകും, അതിന് ഗ്രോ ചെയ്യാനുള്ള ഒരു ടൈം പീരീഡ് ഉണ്ടാവില്ല. നിക്ഷേപത്തെ നമ്മൾ പല രീതിയിൽ സെഗ്രിഗേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടത്. പെട്ടെന്ന് എടുക്കേണ്ട തുക, ലോങ് ടൈമിലേക്ക് എടുക്കേണ്ട തുക, അങ്ങനെ ഡിഫറെൻറ്റ് രീതിയിൽ ഷോർട്ട് ടൈം ലോങ് ടൈം എന്നുള്ള ബേസിൽ നമ്മൾ ഇത് എടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഷോർട്ട് ടൈമിലേക്കാണെങ്കിൽ നമ്മൾ അധികം റിസ്ക് ഉള്ള പ്രോഡക്റ്റിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാതെ ഫിക്സഡ് FD പോലെ അല്ലെ RD പോലെയുള്ള നിക്ഷേപങ്ങളോ ഈവൻ ചിട്ടി പോലും നമുക്ക് അതിൻ്റെ പാർട്ടായിട്ട് നമുക്ക് വേണമെങ്കിൽ എടുക്കാം. ഓക്കെ, അങ്ങനെയുള്ളത് ലോങ് ടൈമിലേക്ക് ഇപ്പോൾ 25 or 35 ഒക്കെ ഏജ് ഉള്ള ആൾ ഒരു റിട്ടയർമെൻറ്റിലേക്ക് സേവ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ അവരുടെ മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സേവ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇവർക്ക് ഒരു ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ റിസ്ക് അതിനനുസരിച്ച് അല്ലേ, റിസ്ക് ആൻഡ് റിവാർഡ് എന്ന് പറയും. റിസ്ക്കും അതിൻ്റെ പാർട്ടാണ്. അത് നമ്മൾ ഓവറോൾ ആ പേഴ്സണൽ ഒരു റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, അത് മനസ്സിലാക്കേണ്ടി വരും. പ്ലസ് ഈ ഗോളും കൂടെ മാച്ച് ചെയ്ത് നോക്കും എങ്ങനെയാണെന്ന് നോക്കിയിട്ട്. അത് ഫുൾ ഡാറ്റ ഉണ്ടെങ്കിലേ നമുക്കത് അനലൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരാൾ വന്ന് എനിക്കിത് വേണം, ഒരു മ്യൂച്വൽ ഫണ്ട് വേണം, ഒരു ഇത്ര ഇതിൽ വേണം, ഞാൻ ഇതിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജനറലായിട്ടൊരു അഡ്വൈസ് കൊടുക്കാൻ പറ്റും. പക്ഷേ ആ വ്യക്തിയുടെ കറക്റ്റായിട്ടുള്ള
പ്രൊപ്പോർഷൻ എന്താണെന്ന് മനസ്സിലാകണമെങ്കിൽ അയാളുടെ കറണ്ടിലുള്ള ഫിനാൻഷ്യൽ പൊസിഷൻ പ്ലസ് ഫ്യൂച്ചർ ഗോൾസ്, ഇതിനെ ബേസ് ചെയ്തിട്ട് അയാളെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി മനസ്സിലാണ്. 2 രീതിയിലുണ്ട്. ഒന്ന്, റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഇയാൾക്ക് ഉണ്ടാകാം, പക്ഷേ വില്ലിങ്നെസ് ഉണ്ടാവില്ല. ചിലപ്പോൾ ഇപ്പം ഒരാൾക്ക് റിസ്ക് നല്ല തുകയൊക്കെ ഉണ്ട്, നല്ല ശമ്പളം കിട്ടുന്നുണ്ട്, പക്ഷേ ഇയാൾക്ക് എന്താണ് ഇക്വിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് പോകാനൊക്കെ ആയിട്ട് ഒരു പേടി അല്ലെങ്കിൽ ആ ഒരു വില്ലിങ്നെസ് ഇല്ല. ഇക്വിറ്റി പൊതുവെ റിസ്ക് കൂടുതലാണെന്നല്ലേ പറയാം. അതെ, അത് മറ്റേ മാർക്കറ്റിലെ ആ ഒരു ചാഞ്ചാട്ടം, വോളറ്റാലിറ്റി ബേസിസിൽ. അപ്പോൾ പലപ്പോഴും നമ്മൾ എപ്പോഴും ഇക്വിറ്റിയിലേക്ക് പോകുമ്പോൾ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, അങ്ങനെ ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഗോള് മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ ഇക്വിറ്റിയിൽ നിക്ഷേപിക്കാൻ. അതെ. അതെന്താ വെച്ചാൽ ഈ പറഞ്ഞ പോലെ റിസ്ക് കൂടുതലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് വോളറ്റാലിറ്റി വരുന്നത് കൊണ്ടാണ് നമുക്ക് റിസ്ക് കൂടുതലാന്ന് പറയാൻ കാരണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം ഇപ്പം ഒരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞിട്ട് എടുക്കേണ്ട തുക, അതുകൊണ്ട് ഇക്വിറ്റി ഇട്ടാൽ ചിലപ്പോൾ ഇക്വിറ്റി 1 വർഷത്തേക്ക് പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ റിട്ടേൺ ഉണ്ടാവില്ല. അതേസമയം ഒരു 5, 6 അല്ലെങ്കിൽ 10 വർഷത്തേക്ക് എടുക്കേണ്ട തുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്കെല്ലാം വോളറ്റാലിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റും നമുക്ക് കിട്ടും അത് ഈ പീരീഡിൽ. അതുകൊണ്ടാണ് SIP ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ കാരണം. അതായത് SIP നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പം ഓരോ മാസവും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണ്. SIP മ്യൂച്വൽ ഫണ്ട് SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് അപ്പാണോ ഡൗൺ ആണോ നമ്മൾ നോക്കുന്നില്ല, ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുകയാണ്. അപ്പം ചിലപ്പോൾ ഡൗണിലും നടക്കുന്നുണ്ടാകും, അപ്പിലും നടക്കുന്നുണ്ടാകും. ഇതിങ്ങനെ ഗ്രോത്തും വിപണിയിലുള്ള ഗ്രോത്തും ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നുള്ളത് കൊണ്ട് ഓട്ടോമാറ്റിക്കലി ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രോ ചെയ്ത് പൊക്കോളും. ഓക്കെ, അപ്പോൾ ആ ലോങ് ടൈമിലേക്ക് ഇയാൾക്ക് വരുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ആവറേജ് റിട്ടേൺ കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടാവും. അതാണ് നമ്മൾ ഈ പറഞ്ഞ 12%ഓ 10%ഓ റിട്ടേൺ ആവറേജ് കിട്ടുമായിരിക്കും എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ പറയാൻ കാരണം. ഇപ്പോൾ ഇക്വിറ്റിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കാര്യത്തിലോട്ട് വരുമ്പോൾ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടല്ലോ അല്ലേ. സ്റ്റോക്സ് ഉണ്ട്, മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, ഗോൾഡ് ഉണ്ട്, ഇപ്പോൾ ക്രിപ്റ്റോ വരെയുണ്ട്. അപ്പോൾ അത് എന്ത് ബേസിലാണ് ഒരു വ്യക്തി തിരഞ്ഞെടുക്കേണ്ടത് ശരിക്കും, ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്? അത് മെയിനായിട്ട് അവരെ റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി തന്നെയാണ് മെയിനായിട്ട് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ളത് പല ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഡക്ട്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. നമുക്ക് പല ഇപ്പോൾ യൂട്യൂബ്സ് എടുത്ത് നോക്കിയാലും പല പ്രോഡക്ട്സുകളെ കുറിച്ച് പലരും അവരുടെ വ്യൂസ് പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ അതിനകത്ത് എല്ലാം പോയി ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതല്ല അതിനകത്ത് ഉദ്ദേശിക്കുക. ആ വ്യക്തിക്ക് എന്താണോ യൂസ്ഫുൾ അല്ല എന്താണ് ആൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ എല്ലാം ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് കൊണ്ട് ഇടുക എന്നുള്ളതല്ല. എല്ലാത്തിനും അതിനെ ഡൈവേഴ്സിഫൈ ചെയ്തിട്ട് എല്ലാത്തിനും ഡിഫറെൻറ്റ് റിട്ടേൺ ആയിരിക്കും മാർക്കറ്റിൽ വരിക. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ ഗോൾഡ് നല്ല പെർഫോം ചെയ്യുന്ന സമയമാണ് ഇപ്പോൾ. അപ്പം ഈ ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നവർക്ക് ഇപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടാവും. അതല്ല ഗോൾഡ് പെർഫോമൻസ് ഇല്ല അല്ലോ എന്ന് പറഞ്ഞിട്ട് ഫുള്ളി മാറി നിന്നിട്ട് ഇപ്പം എന്താണ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്തവർക്ക് ചിലപ്പോൾ അതനുസരിച്ചുള്ള റിട്ടേൺ ആയിരിക്കും കിട്ടിയത്. അപ്പോൾ ഗോൾഡും ഇക്വിറ്റിയും ഫിക്സഡ് ഇൻകവും ഫിക്സഡ് ഡിപ്പോസിറ്റ്സും ഇതെല്ലാം ഉള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളത്. അതിനൊരു അലോക്കേഷൻ സെറ്റ് ചെയ്തിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എത്രത്തോളം ഓരോ ഇൻവെസ്റ്റ്മെൻറ്റ്സിലും എത്രത്തോളം വേണം, എങ്ങനെ പോർട്ട്ഫോളിയോ സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എനിക്ക് ഇപ്പോൾ എന്താ വേണ്ടത്, ഇപ്പോൾ ഇക്വിറ്റി ആണോ വേണ്ടത്, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഡയറക്റ്റ് സ്റ്റോക്കാണോ, മ്യൂച്വൽ ഫണ്ടാണോ സൂട്ടബിൾ, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റ് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണോ സൂട്ടബിൾ, ഇങ്ങനെയുള്ള എല്ലാത്തിനെക്കുറിച്ചും നമുക്കൊരു ധാരണയുണ്ടെങ്കിലും അതിൻ്റെ അലോക്കേഷൻ എത്ര വേണം എന്നുള്ളതും കൂടെ മനസ്സിലാക്കിയിരിക്കണം. എന്നാലാണ് നമുക്ക് ആ ഒരു ആവശ്യ സമയത്ത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വിഡ്രോ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ ഒരു സമയത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ ഒരു ഹൈ എന്താ പറയുക ഇൻട്രസ്റ്റ്, എല്ലാവർക്കും സ്വർണം നല്ല വില കൂടി നിൽക്കുന്നൊരു സമയം, 1 ലക്ഷത്തിലോട്ട് പോകുന്നു എന്നുള്ളത്. ഒരുപാട് പേരും സ്വർണത്തിലോട്ട് മാത്രം എന്ന രീതിയിലൊരു ചിന്ത വരുന്നുണ്ട്. ഒരു വ്യക്തിയുടെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്ര ശതമാനം വേണം എന്നായിരിക്കും സാറിൻ്റെ ഒരു സജഷൻ? അത് നമുക്കൊരു ജനറലൊരു ഇത് സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ പറ്റത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു വ്യക്തിക്ക് എന്താണ് യൂസേജ് എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മളിപ്പോൾ ഗോൾഡ് നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് നന്നായിട്ട് കയറുന്നുണ്ടല്ലോ, ഒരു 20% 30% ഇടാൻ പറഞ്ഞാൽ പോലും ചിലപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ചിലപ്പോൾ 2-3 വർഷം കഴിയുമ്പോൾ ഈ തുക ആവശ്യമുള്ളതായിരിക്കും. ഓക്കെ, അപ്പം എവിടെ നമ്മൾ ഇത് എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണം അതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ഈവൻ സപ്പോസ് ഇപ്പോൾ ഗോൾഡ് ഇനിയിപ്പം എന്തെങ്കിലും കാരണത്താൽ നെഗറ്റീവ് റിട്ടേൺ കാണിച്ചു, അപ്പോഴും ഇയാൾക്ക് ഈ തുക അവിടെ ആവശ്യമുണ്ട് 2 വർഷം കഴിയും.
അപ്പോൾ അത് എടുക്കാനുള്ള കപ്പാസിറ്റി മറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ നിന്ന് എടുക്കാനായിട്ടുണ്ടോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ. അപ്പം ഇതെല്ലാം കൂടെ നോക്കിയിട്ടാണ് ഈ പറഞ്ഞത് ഇത്ര പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഒരു 10% ഒക്കെ എന്തായാലും ആഡ് ചെയ്യുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല അയാളുടെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ്സിൽ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ നോക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഗോൾഡിൻ്റെ ഫിസിക്കൽ ഗോൾഡ് എന്താണ് ജുവലറികൾ വാങ്ങിക്കുക എന്നുള്ളതല്ല ഇവിടെ ഉദ്ദേശിക്കുക. ETF പോലുള്ള ഗോൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഫിസിക്കൽ ജ്വല്ലറി അല്ല, ജുവലറി ETF അല്ല. ഇപ്പോൾ ആഭരണങ്ങൾ വാങ്ങിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് പല എക്സ്പെൻസും കോസ്റ്റുകളും വരുന്നുണ്ട്. അത് ഒഴിവാക്കിയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആണ്. ഇപ്പോൾ റീസെന്റ് സെബിയുടെ ഒരു കോഷൻ പബ്ലിക് വന്നിരുന്നല്ലോ, അതായത് ഡിജിറ്റൽ ഗോൾഡുമായി ബന്ധപ്പെട്ട്. അതെ അതെ. അതൊന്ന് വിശദീകരിച്ചോളൂ. അതെന്താ വെച്ചാൽ കൂടുതലായിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ്സ് ഈ പറഞ്ഞ പോലെ ഗോൾഡിനുള്ള ഒരു അട്രാക്ഷൻ എല്ലാവർക്കും വന്നപ്പം അതിനെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന ഒരു റെഗുലേഷനാണ് അത് വന്നത്. അപ്പോൾ ഇതിനകത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ETF-നല്ല ഡിജിറ്റൽ പേയ്മെൻറ്റ് പല പ്ലാറ്റ്ഫോമുകളിലും ഉള്ള ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് അതെ അങ്ങനെ യൂസ് ചെയ്യുന്ന അതിൻ്റെ അകത്ത് അവർക്ക് ചെയ്യുമ്പം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ശരിക്കും റെഗുലേഷൻ വന്നത്. കാരണം വെച്ചാൽ അവിടെ നിന്നൊക്കെ ബൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഫണ്ട് കിട്ടിയില്ലെങ്കിൽ അത് അവർ ഉത്തരവാദിയല്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. ക്ലിയർ ആയിട്ട് പറയണം. നമ്മൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴി ഡിജിറ്റൽ കോയിൻസൊക്കെ ഗോൾഡ് കോയിൻസൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് സെബിക്ക് നമുക്കൊരു റെഗുലേറ്ററി ഉണ്ടല്ലേ, സെബി. അപ്പോൾ ആ ഒരു റെഗുലേറ്ററിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടാവില്ല. നാളെ അഥവാ നമ്മൾ ഈ തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചിട്ട് വാങ്ങിയിട്ടുള്ള ഗോൾഡ് നമുക്ക് കിട്ടാതിരിക്കുകയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രശ്നം വന്നാലും നമുക്ക് ഒരു ലീഗലായിട്ട് മൂവ് ചെയ്യാൻ നമുക്ക് യാതൊരുവിധ സാധ്യതകളും ഇല്ല എന്നുള്ളൊരു കോഷൻ. അതെ അതെ. അത് റെഗുലേറ്റഡ് അല്ലാത്ത ഏത് ഇൻവെസ്റ്റ്മെന്റ്സിലും ആ ഒരു ഇതുണ്ട്. ആ ഡിസ്ക്ലൈമർ അവിടെ നിൽക്കുകയാണ്. ഇതിപ്പോൾ അതൊന്നുകൂടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് വേറെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ല എന്നുള്ളത് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ സർ, ഇനിയിപ്പോൾ കടത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ കടമുള്ളൊരു വ്യക്തി ആ കടം റീപേയ്മെൻറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും മെത്തേഡുകളുണ്ടോ? അത് പെട്ടെന്ന് നമുക്ക് ഒരു ഹോം ലോൺ ആയിരിക്കാം, 20 വർഷത്തേക്ക് എടുത്തിട്ടുള്ള ഒരു ഹോം ലോൺ ആയിരിക്കാം. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലുള്ള ഒരു ഭാഗമാകാം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ ആ കടം പെട്ടെന്ന് കൊടുത്ത് തീർക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രാറ്റജീസ് എന്തെങ്കിലും? അത് എങ്ങനെയാ വെച്ചാൽ എത്രത്തോളം ആൾക്കാരത് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുള്ളത് നോക്കണം. ഓക്കെ. ഫസ്റ്റ് ഓഫ് ഓൾ, അതായത് ഇപ്പം റെഗുലറായിട്ട് EMI അടച്ചു പോകുന്നുണ്ടാവും. പെട്ടെന്നൊരു തുക അടച്ചിട്ട് പെട്ടെന്ന് തീർക്കാനുള്ള കപ്പാസിറ്റി എത്രത്തോളം ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരും ആ വ്യക്തിക്ക്. ഇപ്പം ഓക്കെ, ഈ കടം തീർത്തേക്കാന്ന് ഓർത്തിട്ട് അത്യാവശ്യം ഇൻകം ഉണ്ട്, ആ വ്യക്തി ഇത് തീർത്തേക്കാന്ന് ഓർത്ത് പെട്ടെന്ന് അടച്ച് തീർത്തു. പക്ഷേ അങ്ങനെ തീർത്തുകൊണ്ട് അയാൾ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്കൊന്നും പോയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് പറ്റും, അവിടെ ഈ കടം തീരുമ്പോഴായിരിക്കും അടുത്ത ഗോൾ വരിക, അടുത്ത ലക്ഷ്യത്തിലേക്കുള്ള തുക വേണ്ടി വരിക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അന്നേരം അടുത്ത വായ്പയിലേക്ക് വീണ്ടും പോകും. അപ്പം ഈ വായ്പ അപ്പോൾ ചിലപ്പം ഇതിലും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലുള്ള വായ്പയായിരിക്കും. ഇപ്പോൾ ഹൗസിംഗ് ലോൺ കമ്പാരിറ്റീവ്ലി ലോ ഇൻട്രസ്റ്റ് റേറ്റാണ്. ഇപ്പോൾ കാർ ലോണാണ് അതിലും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് ആയിരിക്കും. അപ്പം കാർ ലോണിലേക്ക് പോകാതെ ഈ ഹൗസിംഗ് ലോൺ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കാർ വാങ്ങിക്കുമായിരുന്നെങ്കിൽ അയാൾക്ക് അത്രയും ഇൻട്രസ്റ്റ് കുറച്ച് കൊടുത്താൽ മതിയാവും. അത് തന്നെയല്ല, ഇപ്പോൾ പഴയ ടാക്സ് റെജീമിൽ നിൽക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ഇൻകം ടാക്സിന് വേണ്ടി യൂസ് ചെയ്യുകയും ചെയ്യാമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് എങ്ങനെ ആ ലൈബിലിറ്റീനെ എങ്ങനെ മാനേജ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ നോക്കുക. ഇപ്പം ഏത് കടം ആദ്യം തീർക്കണം, ഏത് വായ്പയാണ് ആദ്യം തിരിച്ചടച്ച് തീർക്കേണ്ടത്, എപ്പോൾ തീർക്കണം, എത്രത്തോളം തീർക്കാൻ പറ്റും. ചിലരുടെ ഇപ്പം നമ്മൾ നേരത്തെ എയർലി തീർക്കണം എന്ന് പറഞ്ഞാലും അവർ മൊത്തം അനലൈസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നേരത്തെ തീർക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടാവില്ല. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് തീർക്കുക എന്നുള്ളത് തന്നെയായിരിക്കും നമ്മുടെ സജഷൻ വരിക. പക്ഷേ നേരത്തെ തീർക്കാനുള്ള പോസിബിലിറ്റി ഉള്ളവർക്ക് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത ശേഷം ഇന്ന സമയത്ത് തീർക്കാൻ പറ്റും. ഇപ്പോൾ തീർക്കണമെന്ന് ആഗ്രഹമുള്ളവർ കുറച്ച് അടച്ച് തീർക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിനകത്ത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു EMI അടയ്ക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരു പോർഷൻ എല്ലാവർക്കും അറിയാവുന്ന പോലെ പ്രിൻസിപ്പളിലേക്കും ഒരു പോർഷൻ ഇൻട്രസ്റ്റിലേക്കാണ് പോകുന്നത്. അഡീഷണലായിട്ട് ഏത് പേയ്മെൻറ്റ് അടച്ചിട്ടുണ്ടെങ്കിലും അത് പ്രിൻസിപ്പളിലേക്കാണ് കയറുന്നത്. അപ്പോൾ പ്രിൻസിപ്പളിലേക്ക് എത്രത്തോളം അടച്ചു തീർക്കാൻ പറ്റുമോ അത് നല്ല കാര്യമാണ്. പക്ഷെ മറ്റ് ഫ്യൂച്ചർ വരുന്ന എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അതിനുള്ള തുക കൂടെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ മാത്രം. ഓക്കെ. ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ ഇൻഷുറൻസ് എത്രത്തോളം പ്രാധാന്യം അർഹിക്കുന്നു?
ഞാൻ ആദ്യം പറഞ്ഞ എമർജൻസി ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. ആ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻഷുറൻസ്. ഓക്കെ. അതെന്താ വെച്ചാൽ ഇൻഷുറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിസ്കിനെ കവർ ചെയ്യുകയാണ്. ഓക്കെ. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യം വന്നിട്ട് പെട്ടെന്ന് ഒരു ഫണ്ട് എടുത്ത് യൂസ് ചെയ്യാനുള്ള ഒരു തുക എന്നുള്ളത് മാത്രമേ ഉദ്ദേശിക്കുന്നത്. ഇൻഷുറൻസിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുക. എത്രത്തോളം തുക ഇൻഷുർഡ് ആകണം എന്നുള്ളത്. അതായത് നമുക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിലെ വ്യക്തി, വരുമാനമുള്ള വ്യക്തിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ വീടിൻ്റെ അകത്ത് മറ്റു കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും അല്ലേ. അവരുടെ ലിവിങ് എക്സ്പെൻസ്, ലയബിലിറ്റീസ് ഉണ്ടെങ്കിൽ ഇതിനെല്ലാം ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ലൈഫ് ഇൻഷുറൻസ് എടുക്കുക. രണ്ടാമത്തെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങളോ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ള ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാവുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ഈ രണ്ട് ഇൻഷുറൻസ് കവറേജും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. രണ്ട് പർപ്പസാണ്, പക്ഷേ അത് രണ്ടും വേണ്ടി വരും. നമ്മളിപ്പം ഓരോ വർഷവും ഇപ്പം പ്രീമിയം ഒക്കെ അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ ഇതൊരു ചിലവാണോ എന്ന് ചോദിച്ചാൽ ചിലവ് തന്നെയാണ്. പക്ഷേ ഇത് എന്തെങ്കിലും ഒരു യൂസേജ് വരുന്ന സമയത്ത് ഇത് നമ്മൾ ചിലവ് എന്നുള്ളതിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും ആ സമയത്ത് നമുക്ക്. ആ കുടുംബത്തിന് കിട്ടുക, അയാളുടെ വ്യക്തിപരമായിട്ട് ഇപ്പം ഹോസ്പിറ്റൽ ചിലവുകളാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് കിട്ടുക. ആ സമയത്ത് നമുക്ക് ഇതിൻ്റെയൊക്കെ യൂസേജ് എന്ന് പറഞ്ഞിട്ട് അത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അതുവരെ ഇത് എക്സ്പെൻസ് തന്നെയാണ്, പ്യുവർ എക്സ്പെൻസ് ആണ്. നമ്മളത് ആ ഫണ്ട് മാറ്റി അല്ലെങ്കിൽ ആ ഫണ്ട് പോയെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാറിനൊക്കെ EMI അടയ്ക്കും, ഇൻഷുറൻസ് എടുക്കും, അതല്ലേ. അത് നമ്മൾ ക്ലെയിം വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് അതിനൊരു ഇതുള്ളൂ. പക്ഷെ ഇതും അതുപോലെ തന്നെയാണ്. ക്ലെയിം വരാതിരിക്കട്ടെ എന്നുള്ള ബേസിൽ തന്നെ നിങ്ങൾ അടച്ചോളൂ. വരാതിരിക്കട്ടെ, എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്ലെയിം ചെയ്ത് നമ്മളെ സമ്പത്തിൻ്റെ അടിത്തറ തന്നെ പോകാനുള്ള സാധ്യതയുണ്ട് നല്ലൊരു ഹോസ്പിറ്റൽ എക്സ്പെൻസ് വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതിനെയൊക്കെ ഒഴിവാക്കാനായിട്ട് ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസുകൾ സഹായിക്കും. ഈ പലപ്പോഴും കാണാൻ പലരും പേടിക്കുന്നൊരു കാര്യമാണ് ക്ലെയിം റിജക്ഷൻ ഉണ്ടാവുന്ന വാർത്തകളാണ്. അതെ. ഇൻഷുറൻസ് എടുക്കാൻ മടി കാണിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടായിരിക്കും ശരിക്കും ഇങ്ങനെ ഹെൽത്ത് ഇൻഷുറൻസ് ഇങ്ങനെ റിജക്റ്റ് ചെയ്യുന്നത് ക്ലെയിമുകളൊക്കെ? ഇപ്പോൾ പർപ്പസ്ഫുള്ളി റിജക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കറൻ്റ്ലി ഉള്ള റെഗുലേഷൻ പ്രകാരം പറ്റത്തില്ല. ഓക്കെ. പിന്നെ ഇതിനകത്തും ചില ലുപ്പ് ഹോൾസ് ഉണ്ടാകാം. അത് അവർ യൂസ് ചെയ്തിട്ടായിരിക്കാം കുറച്ച് റിജക്ഷൻസ് ഒക്കെ വരുന്നത്. പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള ഒരു പോളിസി ആണെങ്കിൽ, മീൻസ് നമുക്കുള്ള അസുഖങ്ങൾ, ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസിലുള്ള മെയിനായിട്ടും റിജക്ഷൻസ്. അപ്പോൾ അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് നമ്മളെല്ലാം ഡിസ്ക്ലോസ് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ അത്തരം റിജക്ഷൻസ് ഉണ്ടാകത്തില്ല. പിന്നീടുള്ള റിജക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും നമുക്കൊരു അതിനുള്ള എന്തെങ്കിലും കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്താൽ തന്നെ നമുക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. നമ്മുടെ ഭാഗം ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ നമുക്കത് അത് കാണിക്കണ്ട എന്ന് ഓർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ക്ലെയിം റിജക്റ്റ് ആയേക്കാം. അപ്പം സ്മോക്കിംഗ് ഇല്ലെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നീട് അതിൻ്റെ ഒരു സ്ക്രൂട്ടണി വരുമ്പോൾ സ്മോക്കിംഗ് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു ഇതാണ് ആ ഡോക്ടറുടെ പോയിൻ്റെങ്കിൽ ഇതിന് ഓട്ടോമാറ്റിക്കലി ആ റിജക്ഷൻ വരും. അതനുസരിച്ച് പ്രീമിയത്തിൽ വ്യത്യാസമുണ്ട്. നമ്മൾ ഓരോ ഇത് ചെയ്യുമ്പോഴും ഓരോ കണ്ടീഷൻസ് വെക്കുമ്പോഴും പ്രീമിയത്തിലും വ്യത്യാസമുണ്ട്. ചിലപ്പോൾ പ്രീമിയത്തിൽ തന്നെ വ്യത്യാസം ഇല്ലെങ്കിൽ പോലും നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാന്നുള്ള ബേസിൽ അവർക്കും എല്ലാ പോളിസിയും ക്ലെയിം ചെയ്യണം, മീൻസ് അപ്രൂവ് ചെയ്ത് വിടണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതിനുള്ള പോസിബിലിറ്റി നമ്മൾ ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട്. റിജക്ഷനുള്ള പോസിബിലിറ്റി നമ്മളായിട്ട് ഉണ്ടാക്കാതിരിക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ഓക്കെ സാർ, ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ അത് ഇപ്പം ഇന്നത്തെ കാലത്ത് ഓൺലൈനും പോസിബിൾ ആണല്ലോ. അപ്പോൾ ഓൺലൈനായിട്ടാണോ നല്ലത്, അതൊരു ഏജൻറ്റ് മുഖേന ചെയ്യുന്നതാണോ ശരിക്കും നല്ലത്? അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഏജൻറ്റ് മുഖേനയാണെങ്കിൽ നമുക്കൊരു പോയിന്റ് ഓഫ് കോണ്ടാക്റ്റ് ഉണ്ടാവും അവിടെ. ഓക്കെ ഓക്കെ. അപ്പോൾ അവിടെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് കോണ്ടാക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ചോദിക്കാനോ ഒക്കെ ചെയ്യാനോ. ചില ഓൺലൈൻ പോളിസികളുടെയൊക്കെ സെറ്റിൽമെൻറ്റ് നടക്കുന്നത് വേറെ സ്റ്റേറ്റിലായിരിക്കും. അപ്പോൾ നമുക്ക് കോണ്ടാക്ട് ചെയ്യാനും അവരുമായിട്ട് ഇമെയിൽ കോണ്ടാക്റ്റും കസ്റ്റമർ കെയർ സർവീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് നമുക്ക് എത്രത്തോളം അപ്രോച്ചബിൾ ആണെന്നുള്ളത് നമുക്ക് എപ്പോഴും പറയാൻ പറ്റും. അവിടുന്ന് ഒരു റിപ്ലൈ കിട്ടിയെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സിലേക്ക് പോലെ ഇത് മറ്റാണെങ്കിൽ നമുക്ക് ഓഫീസിൽ പോയിട്ടായാലും ചോദിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടാവും. ഓക്കെ. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ചില ക്ലയൻസ് പറയാറുണ്ട്. മീൻസ് ഒരു ക്ലെയിം വന്നു കഴിഞ്ഞപ്പം
പ്യുവർലി ഓൺലൈൻ മോശമെന്ന് പറയാൻ പറ്റത്തില്ല. പറ്റത്തില്ല. ഓഫ്ലൈൻ ആണ് സക്സസ്ഫുൾ 100% ഓക്കെ ആണെന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിനകത്തുള്ള ഡിഫിക്കൽട്ടീസ് ഒക്കെ വരാൻ ഇങ്ങനെ ഈ ക്ലെയിമിന് എന്തെങ്കിലും പ്രശ്നം നോർമൽ രീതിയാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല. എന്തെങ്കിലും പ്രോബ്ലം വരുന്ന കേസിൽ ഇതിൻ്റെ എന്തെങ്കിലും സെറ്റിൽമെൻറ്റ് കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും പ്രോബ്ലം വരുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നത് അവരുടെ പരിധിയിലായിരിക്കും. നമ്മൾ കണ്ടിട്ടില്ലേ, ഇന്ന പരിധിയിലായിരിക്കും കേസ്. അന്ന് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചിലപ്പം ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ടാകും. ഓക്കെ. ഇനി നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിലോട്ട് വരുവാണെങ്കിൽ അതും ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൻ്റെ ഒരു ഭാഗം തന്നെയാണല്ലോ. അപ്പോൾ എപ്പം മുതലാണ് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻറ്റിന് വേണ്ടി പ്ലാൻ ചെയ്യേണ്ടത്? എപ്പോൾ തുടങ്ങണം? അത് നമ്മൾ ആദ്യം സംസാരിച്ച പോലെ തന്നെ എയർലി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിട്ടയർമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക, അതിനുള്ള പ്ലാനിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ എയർലി എന്ന് പറയാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത്. കാരണം ഇപ്പോൾ 25-ലോ 45-ലോ 50-ലോ ഒക്കെ റിട്ടയർ ആകാൻ, അല്ലെ 40-ലോ 50-ലോ അതെ അതെ. അപ്പം എല്ലാവരും നേരത്തെ അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കണം റിട്ടയർമെൻറ്റ് പ്ലാനിങ്. പിന്നെ നേരത്തെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് കുറഞ്ഞ തുകയ്ക്ക് തന്നെ ഈ പറഞ്ഞ പോലെ ഒരു അക്യുമുലേഷൻ നമുക്ക് ആ പീരീഡ് ആകുമ്പോഴത്തേക്ക്, റിട്ടയർമെൻറ്റ് പീരീഡ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കാൻ നമുക്ക് സമാഹരിക്കാനായിട്ട് പറ്റുകയും ചെയ്യും. ശരി സർ, ആക്ച്വലി പലരും ഈ നമ്മൾ ഈ റിട്ടയർമെൻറ്റ് പ്ലാനിങ് ഉൾപ്പെടെ ഏതൊരു ഫൈനാൻഷ്യൽ ഗോൾ മുന്നിൽ കണ്ട് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇൻഫ്ലേഷനും കൂടി അതിൽ നമ്മൾ കണക്കാക്കേണ്ടതായിട്ടുണ്ടോ? അതെ അതെ ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ പണപ്പെരുപ്പാണ് ഉദ്ദേശിക്കുക. പണപ്പെരുപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ തുക, ഇന്നത്തെ 100 രൂപയ്ക്ക് അടുത്ത വർഷം എത്രത്തോളം സാധനം. ഇന്ന് നമുക്ക് 100 രൂപയ്ക്ക് കിട്ടുന്ന ഇപ്പം 55 രൂപയ്ക്കാണ് അരിയുടെ വില അല്ലേ. 55 രൂപ അരി എന്ന് പറയുന്നത് ഒരു 10 വർഷം മുമ്പൊക്കെ 10 രൂപയോ 15 രൂപയ്ക്ക് ഉണ്ടായിരുന്ന വിലയായിരിക്കും ഇന്ന് 55 കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് 100 രൂപയ്ക്ക് അന്ന് 10 രൂപ, സപ്പോസ് ഇപ്പോൾ 10 രൂപയായിരുന്നു അരിയുടെ വിലയെങ്കിൽ 10 കിലോ കിട്ടുമായിരുന്നു അന്ന്. ഇപ്പം നമുക്കത് 2 കിലോ പോലും തികച്ച് കിട്ടാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ പണപ്പെരുപ്പം. പണം അവിടെ ഉണ്ട്, അതുകൊണ്ട് കിട്ടുന്ന മൂല്യം കുറഞ്ഞു പോയി. അതിന് കിട്ടുന്ന സാധനങ്ങളുടെ ക്വാണ്ടിറ്റി കുറഞ്ഞു പോയി. പണത്തിൻ്റെ മൂല്യത്തിലാണ് ശോഷണം വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഇൻഫ്ലേഷൻ റേറ്റ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ റേറ്റ് കൂടെ കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റ്സിലേക്ക്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പം ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ഇൻഫ്ലേഷൻ റേറ്റ് 5% ആണെങ്കിൽ നമുക്ക് മിനിമം 5% കിട്ടിയെങ്കിലാണ് നമ്മുടെ പണം അതേപോലെ തന്നെ നിൽക്കുന്നു എന്ന് പറയാൻ പറ്റത്തുള്ളൂ ഇൻവെസ്റ്റ്മെൻറ്റിന്. അത് ഒരു 10%ലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ഒരു ഗ്രോത്ത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് ഉണ്ടാകത്തുള്ളൂ. ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ഇൻഫ്ലേഷൻ എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ലോങ് ടൈമിലേക്ക് ഒരു ഗോള്, ഒരു 10 ലക്ഷം രൂപ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ഫീസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി വെക്കുന്ന ഇന്ന് എക്സ്പെക്ട് ചെയ്യുന്ന തുക 10 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് വേണ്ടി വരുന്നത് 25 ലക്ഷം രൂപ 30 ലക്ഷം രൂപയായിരിക്കും. ഓക്കെ, ഇന്നത്തെ തുക കണ്ടിട്ട് 10 ലക്ഷം രൂപ സമാഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്നോട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അന്നത്തേക്ക് എത്ര വേണ്ടി വരുന്നത്? 35 ലക്ഷം രൂപയാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ തുകയായിരിക്കണം നമ്മൾ സമാഹരിക്കാനായിട്ട് ലക്ഷ്യം വെക്കേണ്ടത്. ഈ റിട്ടയർമെൻറ്റ് പ്ലാൻ ലക്ഷ്യം മുന്നിൽ കണ്ടിട്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ ഏതെല്ലാം സോഴ്സുകളുള്ള നമുക്ക് നിക്ഷേപിക്കാം? അത് കൂടുതലും ലോങ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പോകണമെങ്കിൽ ഡയറക്റ്റ് ഇക്വിറ്റി പരിചയമുള്ളവർക്ക് അത് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് എടുക്കാം. ഡയറക്റ്റ് ഇക്വിറ്റി പ്രത്യേകിച്ചും നോളജ് ഉണ്ടാകണം. അതനുസരിച്ച് നോക്കിയൊക്കെ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അത് ചെയ്യാം. പക്ഷേ തുടക്കക്കാർ അല്ലെങ്കിൽ അത്രയ്ക്ക് നോളജ് ഇല്ലാത്തവരാണെങ്കിൽ മ്യൂച്വൽ ഫണ്ട് SIP ആയിരിക്കും നല്ലത്. ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും എന്നുള്ള ബേസിലാട്ടോ. ഈ പറഞ്ഞ പോലെ 50-ലോ 60-ലോ പോയിട്ട് 55-ലോ പോയിട്ട് റിട്ടയർമെന്റിനെ കുറിച്ച് പ്ലാൻ ചെയ്യുന്നതല്ല. ഒരു ലോങ്ങർ പീരിയഡിലേക്ക് റിട്ടയർ ചെയ്യുന്നവർക്ക് മ്യൂച്വൽ ഫണ്ട് SIPs ആയിരിക്കും കുറച്ചുകൂടി സൂട്ടബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ആയിട്ട് വരിക. ഈ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ഒരുപാട് സ്കീമുകളുണ്ടല്ലോ. ഇക്വിറ്റി ആയിക്കോട്ടെ, ഹൈബ്രിഡ് ആയിക്കോട്ടെ, ഡെറ്റ് ആയിക്കോട്ടെ. അപ്പോൾ ഈ ലോങ് ടേമിലാകുമ്പോൾ ഇക്വിറ്റി ഫോക്കസ്ഡ് തന്നെ ആയിരിക്കണോ? ലോങ് ടൈമിലേക്ക് നമുക്ക് ഇക്വിറ്റി ആണ് സൂട്ടബിൾ ആയിട്ടുള്ളത്. കാരണം വെച്ചാൽ അയാൾക്ക് ആ സമയത്ത് റിസ്ക് എടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരിക്കും കുറച്ചുകൂടി സൂട്ടബിൾ ആയിട്ട്. കുറച്ചുകൂടി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടി മിക്സപ്പ് ഒക്കെ ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. മീൻസ് ഇക്വിറ്റിയും ഡെപ്റ്റും അങ്ങനെയൊക്കെ ഒരു മിക്സ് ചെയ്ത ഒരു അലോക്കേഷനൊക്കെ സെറ്റ് ചെയ്തിട്ട് പോകേണ്ടി വരും. പക്ഷെ എന്നാലും ഇക്വിറ്റി ആയിരിക്കും കുറച്ചുകൂടി ലോങ്ങർ ടൈമിലേക്ക് നല്ലത്. ഓക്കെ, നമ്മൾ ഇത്ര വർഷത്തേക്കാണെങ്കിൽ ഇക്വിറ്റിയെ ചൂസ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് ഇപ്പോൾ നേരത്തെ പറഞ്ഞു 3 years ആണെങ്കിൽ കുറച്ചുകൂടി സേഫ് ആയിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഇത്ര വർഷത്തേക്കാണെങ്കിൽ മാത്രമേ നിങ്ങൾ ഇക്വിറ്റി നോക്കാൻ പാടൂ എന്നുണ്ടോ?
അതാണ് ഐഡിയലി നല്ലത്. കാരണം എന്താ അത് വെച്ചാൽ ഏത് വർഷം, എത്ര വർഷമായിരിക്കും അങ്ങക്ക് അങ്ങനെയാണെങ്കിൽ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നാലും ഒരു 5 ഇയർ എങ്കിലും ഒരു 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 ഇൻവെസ്റ്റ്മെന്റ് പീരിയഡ് ഇല്ലെങ്കിൽ ഇക്വിറ്റിയിലേക്ക് അധികം ഫോക്കസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. മീൻസ് 100% ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് ആക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഇതിനൊരു കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ടല്ലോ. അത് നടക്കണമെങ്കിലും ഒരു പീരീഡ് ഉണ്ടെങ്കിൽ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു അക്യുമുലേഷൻ ഉണ്ടായെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ മറ്റേതിനകത്ത് ഇടുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ നമ്മളൊരു ബാങ്ക് എഫ് ഡിയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ കിട്ടുന്നൊരു റിട്ടേൺ ഉണ്ടാവും. ഓക്കെ, അതിനേക്കാളും ഒരു നല്ലൊരു അട്രാക്റ്റീവായിട്ട് കിട്ടിക്കഴിയുമ്പോഴാണല്ലോ നമുക്ക് അതുകൊണ്ട് അവിടെ നമ്മൾ ആ റിസ്ക് എടുത്തുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ടായെന്ന് പറയാൻ പറ്റത്തുള്ളൂ. അത് കിട്ടണമെങ്കിൽ ഒരു 5 ഇയർ എങ്കിലും ഒരു പീരീഡ് ഇല്ലാതെ നമ്മൾ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം വെച്ചാൽ മാർക്കറ്റിൻ്റെ വോൾട്ടൈൽ ഓരോ സൈക്കിളുണ്ട്. ഇപ്പം അത് അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും മാർക്കറ്റ് ഓരോ 3 വർഷമോ അല്ല 5 വർഷം കൂടുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടാവും. ഇക്കണോമിയിൽ ചേഞ്ചസ് ഒക്കെ വരുന്നുണ്ടാവും. ഇതിൻ്റെയൊക്കെ ഇമ്പാക്റ്റ് ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റ് ഡയറക്റ്റ്ലി അഫക്റ്റ് ചെയ്യും. അതിൻ്റെയൊക്കെ ഇമ്പാക്റ്റിൻ്റെ പോസിറ്റീവ് ആണെങ്കിൽ നമുക്ക് ഓക്കെ, നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ അത് ബാധിക്കും. ആ സമയത്ത് നമുക്ക് വിഡ്രോ ചെയ്യാനോ ലോസിൽ വിഡ്രോ ചെയ്യേണ്ട സിറ്റുവേഷനൊക്കെ ചിലപ്പോൾ വന്നേക്കാം. അപ്പോൾ റിട്ടയർമെൻറ്റ് പ്ലാനിങ് ഫോക്കസ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസിനെ കുറിച്ച് ഒന്ന് ഡയറക്റ്റ് ഇക്വിറ്റി പറഞ്ഞു, പിന്നെ മ്യൂച്വൽ ഫണ്ട്. ഇതിന് പുറമെ നമുക്ക് വേണമെങ്കിൽ ഫിക്സഡ് ഡിപ്പോസിറ്റ്സ് RDs നമുക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ചൂസ് ചെയ്യാം. ഇപ്പോൾ NRIs ഒക്കെ ആണെങ്കിൽ NRI അവർക്ക് ടാക്സേഷൻ ഒക്കെ ഇല്ലാത്തതുകൊണ്ട് NRI RD ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകൾ പോലെ തന്നെ ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ചൂസ് ചെയ്യാം ഇതിൻ്റെ പാർട്ടായിട്ട്. അതിനാണ് അലോക്കേഷൻ സെറ്റ് ചെയ്യുക. ഈ NPS നാഷണൽ പെൻഷൻ സ്കീം ഉണ്ടല്ലോ, അത് എങ്ങനെയിരിക്കും? നാഷണൽ പെൻഷൻ സ്കീമും ഇതിൻ്റെ പാർട്ട് തന്നെയാണ്. നമ്മൾ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ തന്നെ ഒരു എക്സാമ്പിൾ അങ്ങനെ തന്നെ കരുതിയാൽ മതി. അതിനകത്ത് എന്താ വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനൊരു അലോക്കേഷൻ സെറ്റ് ചെയ്താൽ പോകുന്നത്. നമുക്ക് സെറ്റ് ചെയ്യാം, അത് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ യങ്ങർ സ്റ്റേജിൽ 60 or 80% ഇക്വിറ്റിയിലേക്കാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു 45-50 ഒക്കെ വരുമ്പോഴത്തേക്കും അതിൻ്റെ അലോക്കേഷൻ കുറഞ്ഞ് ഇക്വിറ്റി അലോക്കേഷൻ കുറഞ്ഞ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഓരോ സൈക്കിളിലും ആ ഒരു കറക്റ്റ് വെയിറ്റേജ് മെയിൻറ്റെയിൻ ചെയ്തിട്ടായിരിക്കും എൻഡിൽ നമ്മൾ റിട്ടയർമെൻറ്റ് 60 ഏജ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് ഫുള്ള് ഡെപ്റ്റ് എന്നുള്ള ബേസിലായിരിക്കും. സാർ ഒരു ഞാൻ പറഞ്ഞു ജിയോജിത്തിലാണ്, സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറാണ്. സാറിൻ്റെ മുന്നിൽ ഒരു ക്ലയൻറ്റ് വന്നാൽ സാർ എന്തെല്ലാം കാര്യങ്ങളാണ് നോക്കുന്നത് ഒരു ക്ലയൻറ്റ്, ഒരു ഫിനാൻഷ്യൽ പ്ലാനിങ്ങിനെ കൺസിഡർ ചെയ്യുമ്പോൾ? ഓക്കെ, ഞാൻ ജിയോജിത്തിൻ്റെ ഫൈനാൻഷ്യൽ പ്ലാനിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് കുറേ ക്ലയൻസ് ഫൈനാൻഷ്യൽ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. ഇവിടെ അഡ്വൈസ് മാത്രമാണ് കൊടുക്കുന്നത്, ഫൈനാൻഷ്യൽ പ്ലാൻ ആയിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഇൻകം, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്ത് ഫ്യൂച്ചർ ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് റിട്ടയർമെൻറ്റും അവരുടെ കുട്ടികളെ വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള എല്ലാത്തിനും കൂടി ആയിട്ട് ഒരു പ്ലാൻ റെഡിയാക്കുകയാണ് ചെയ്യുക. ഇതിന് എന്താ ചെയ്യുക വെച്ചാൽ ഇവിടെ പ്രോഡക്റ്റ് അല്ല, ഇവിടെ മീൻസ് ഒരു സെല്ലിംഗ് അല്ല ഉദ്ദേശിക്കുക, പ്രോഡക്റ്റ് സെല്ലിംഗ് അല്ല അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുക. നമുക്ക് എന്താണ് ഒരു വ്യക്തിക്ക് ആവശ്യം, അതനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഏതൊക്കെയാണെന്നുള്ളത് സജസ്റ്റ് ചെയ്യുക. അത് അവർക്ക് എങ്ങനെ വേണമെങ്കിലും അത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇവർ ഉപയോഗിക്കുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പോൾ അവർക്ക് എന്താണ് അവരുടെ ആവശ്യം, റിക്വയർമെൻറ്റ്, അതനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു വ്യക്തി വന്നു, ആ വ്യക്തിയുടെ ഫുൾ ഡീറ്റെയിൽസ് അനലൈസ് ചെയ്ത ശേഷം അവരുമായിട്ട് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്യും എന്താണ് വേണ്ടത്. അത് ഫാമിലി ആയിട്ടായിരിക്കും വരിക ഓട്ടോമാറ്റിക്കലി. അപ്പോൾ ഫാമിലി വെച്ചാൽ രണ്ടുപേരും വരുമാനമുള്ളവരോ അല്ലെങ്കിൽ വരുമാനം ഇല്ലെങ്കിൽ പോലും രണ്ടുപേരും ഇതിൻ്റെ പാർട്ടാണല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ രണ്ടുപേരും വന്ന് ഡിസ്കസ് ചെയ്ത് എന്താണ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ കുറച്ച് സജഷൻ കൂടുതൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന നിർബന്ധമില്ല. അപ്പോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആ പ്ലാൻ ആക്കി കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഞാനൊരു സജഷൻ തരുന്നത് അത് ചിലപ്പോൾ അതിന് പറ്റിയെന്ന് വരത്തില്ല. ഇതിന് അതിൻ്റെതായ ചില ഇഷ്ടങ്ങളുണ്ടാകാം. അതനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മൾ വരുത്തും. അതനുസരിച്ച് ഇത് കാര്യം നടക്കണം, അതാണ് നമ്മൾ ഉദ്ദേശിക്കുക. അല്ലാതെ നമ്മളൊരു പ്ലാൻ ഒരു പേപ്പറിലാക്കി കൊടുക്കുക അല്ലെങ്കിൽ അതല്ല ഉദ്ദേശിക്കുക. അത് അവരുടെ ജീവിതത്തിൽ നടക്കുന്ന രീതിയിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് അവർക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന വളർച്ച, നമ്മൾ ഉദ്ദേശിക്കുന്ന വളർച്ചയും നിക്ഷേപങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കും.
അപ്പോൾ ഇവരോട് നമ്മൾ ഇന്നതിൽ നിക്ഷേപിക്കാനുള്ള ഒരു ഓപ്ഷൻസ് പറഞ്ഞു കൊടുക്കുന്നു. പറഞ്ഞു കൊടുക്കും. ഇത് അവരിൽ നമ്മൾ ചെയ്യിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല. ഇല്ല, അത് അവരുടെ അതവർ ചെയ്യാണ്. ഇപ്പം മിക്കവർക്കും തന്നെ അവരുടെ പ്ലാറ്റ്ഫോംസ് കാര്യങ്ങളും ഉണ്ടാകും. ഇപ്പം പല പല പ്ലാറ്റ്ഫോംസ് ഉണ്ടല്ലോ അവർ യൂസ് ചെയ്യുന്നത്. അത് തന്നെ അവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ എന്ത് ഇൻവെസ്റ്റ് ചെയ്യണം, എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ എത്ര പോർട്ട്ഫോളിയോ വേണം, പോർട്ട്ഫോളിയോ അലോക്കേഷൻ എത്ര വേണ്ടി വരും, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇതിൻ്റെ പാർട്ടായിട്ട് വരും. അപ്പോൾ ഇതെല്ലാം പറഞ്ഞു കൊടുക്കും. ഇത് ഇന്നാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കുക ചെയ്യും. ഓക്കെ. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരിൽ, ഇത് കാണുന്ന പ്രേക്ഷകരിൽ ഒരു വ്യക്തിക്ക് ഇപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഇപ്പോൾ നേരിട്ട് വന്ന് സംസാരിക്കാൻ കഴിയാത്തൊരു ആണാണെങ്കിൽ സ്വയം എനിക്കൊരു ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളായിരിക്കണം അദ്ദേഹം ശ്രദ്ധിക്കേണ്ടത്? അദ്ദേഹം നീ പറഞ്ഞ പോലെ തന്നെ ബജറ്റ്, അദ്ദേഹത്തിൻ്റെ ഇൻകം ബജറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ഉള്ള ഇൻകം എക്സ്പെൻസുകൾ അതിനെല്ലാം കറക്റ്റായിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. എന്താണ് എത്രയാണ് എന്നുള്ളതെല്ലാം കറക്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അത് ഇതുവരെ സമാഹരിച്ച തുകകൾ പല സേവിങ്സ് അക്കൗണ്ടിലുണ്ടാകും, മ്യൂച്വൽ ഫണ്ടിലുണ്ടാകാം, സ്റ്റോക്സിലുണ്ടാകാം, ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാകാം, പ്രോപ്പർട്ടീസ് ഉണ്ടാകാം. അങ്ങനെ പല പല അസറ്റ്സ് അതെ എല്ലാം എടുക്കുക. അതോടൊപ്പം തന്നെ ലൈബിലിറ്റീസ്, ലോൺസ്, പല ലോൺസ് ഉണ്ടാകും. ഗോൾഡ് ലോൺസ് ഉണ്ടാകും, ഹോം ലോൺ ഉണ്ടാകും, ചിലപ്പോൾ ലോൺ ഉണ്ടാകില്ല, ക്രെഡിറ്റ് കാർഡ് ലോൺസ് ഉണ്ടാകും, ക്രെഡിറ്റ് കാർഡിൻ്റെ യൂസേജുകൾ ഉണ്ടാകാം. ഇതെല്ലാം അതും എടുക്കുക. ദെൻ അതിൻ്റെ മന്ത്ലി പേയ്മെൻറ്റ്സ് ഉണ്ടാകാം. ചില ഇൻവെസ്റ്റ്മെൻറ്റ്സുകൾ മന്ത്ലി അടയ്ക്കത്തില്ല. ഇപ്പോൾ ഗോൾഡ് ആണെങ്കിൽ ചിലപ്പോൾ ഇയർലി റിന്യൂ ചെയ്ത് പോകുമായിരിക്കും ചെയ്യുക. മറ്റ് മന്ത്ലി അടയ്ക്കുന്ന ആണെങ്കിൽ മന്ത്ലി കറക്റ്റായിട്ട് എത്രയാണ് അടയ്ക്കുന്നത് അത് ഇതിൻ്റെ പാർട്ടായിട്ട് എടുക്കുക. ദെൻ ഇൻഷുറൻസുകൾ എന്തൊക്കെയുണ്ട്, ഓക്കെ, നമുക്ക് ഇൻഷുറൻസ് കവറേജുകൾ ഉണ്ട്. എമർജൻസി ഫണ്ട് അത്യാവശ്യത്തിനുണ്ടോ, ഓക്കെ. ദെൻ വരുമ്പോഴത്തേക്കും ഫ്യൂച്ചറിലേക്ക് നമ്മൾ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ ശേഷം ഇനിയാണ് വരുന്നത് നമ്മുടെ ഭാവിക്കുള്ള ലക്ഷ്യങ്ങൾ. അതെ ലക്ഷ്യങ്ങൾ. അതിനുവേണ്ടി അതിന് ഓരോന്നിനും നമ്മൾ എത്ര എക്സ്പെക്ട് ചെയ്യുന്നു, ഏത് പീരീഡിലാണ്, ഏത് ഡേറ്റിൽ അല്ലെങ്കിൽ ഏത് സമയത്ത് എത്ര രൂപ വേണ്ടി വരും, ഇത്ര വർഷം കഴിഞ്ഞാൽ എനിക്ക് എത്ര രൂപ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്തിട്ടുള്ള എത്രയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ദെൻ അതനുസരിച്ച് ആ തുക എത്തിക്കാൻ വേണ്ടിയിട്ട് എത്ര ഇൻവെസ്റ്റ് ചെയ്യുക. ഇതാണ് ഇതിന്റെ ആ തുകയിൽ എത്തണമെങ്കിൽ ഇന്ന് ഞാൻ എത്ര രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് സ്വയം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കാര്യത്തിൽ നമ്മൾ ഡൈലൂട്ട് ആക്കും. അവിടെയാണ് പ്രോബ്ലം വരിക. അപ്പം നമുക്ക് ഇപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരും. അതുകൊണ്ടാണല്ലോ നമ്മളൊരു സജഷൻ എടുക്കുക. അതെ. അപ്പോൾ ഇത് സ്വയം ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഡയലൂട്ട് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് മതി. അത് അവർക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അത് തന്നെ. ഇത് നമ്മൾ ഡയലൂട്ട് ആക്കാതെ കറക്റ്റായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഞാൻ പറഞ്ഞിരുന്നു തുടക്കത്തിൽ ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ് നമ്മൾ വിശദമായിട്ട് സംസാരിക്കാൻ പോകുന്നതെന്ന്. സോ നമ്മുടെ സാറ് വളരെ ജിബിൻ ജോൺ സാറാണ്. അപ്പോൾ സാറ് വളരെ വിശദമായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ചെറിയ സമയം കൊണ്ട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ഫിനാൻഷ്യൽ പ്ലാനിങ് റിലേറ്റഡ് ആയിട്ട് അവസാനത്തേക്ക് വന്നപ്പോൾ ഒരു വ്യക്തി സ്വയം ഫിനാൻഷ്യൽ പ്ലാനിങ് ചെയ്യുകയാണെങ്കിലും എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങളും സാർ എടുത്തു പറഞ്ഞു. അതിനോടൊപ്പം തന്നെ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ സ്വയം ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ഒരു പ്രൊഫഷണൽ ഗൈഡൻസ് ഉണ്ടെങ്കിൽ അതായിരിക്കും വളരെ നല്ലത് എന്ന രീതിയിലും സാറ് പറയുണ്ടായി. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആൻഡ് മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.